അപ്പോൾ നമ്മൾ ഈ വീട് വെക്കുന്ന സമയത്ത് ഇതിലൊരു കുഴൽക്കിണർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുഴൽക്കിണർ നമ്മൾ കുറ്റിയടിക്കുന്ന സമയത്ത് വീടിൻ്റെ ഉള്ളിലായിട്ട് വന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ആ കുഴൽക്കിണർ എങ്ങനെ എന്ത് ചെയ്യാന്നുള്ളതെന്ന് നമ്മൾ ക്ലൈൻറ്റിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നത്. അപ്പോൾ നമ്മളത് അതിമനോഹരമായിട്ട് അതിവിദഗ്ധമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കണ്ട, ഇതുപോലെ ആ കോയിൽ ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇതാ ആ കോയിലാണ് ഈ കാണുന്നത്. കണ്ട, ആ കോയിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ കോയിൽ നമ്മൾ നേരെ ഒരു പൈപ്പ് മുകളിലോട്ട് ഇട്ടിട്ട് അത് നമ്മൾ ചെയ്തത് ഈ ഒരു ഇവിടെ ഫില്ലർ ഒരു വാളാണ് കയറ്റിക്കൊണ്ടേ ആ വാളിൻ്റെ ഒപ്പമാണ് നമ്മളിവിടെ ഒരു വർക്കിംഗ് ടേബിൾ അടിച്ചിട്ടുള്ളത്. കണ്ട, ഈ വർക്കിംഗ് ടേബിൾ നമ്മൾ അടിച്ചിട്ടുള്ളത് ഈ വാളിൻ്റെ സെയിം ആയിക്കാണ്ട് ഒരു വർക്കിംഗ് ടേബിൾ അടിച്ചിട്ട് ഇതൊരു ഫില്ലറായിട്ട് നേരെ കൊണ്ടുപോവുക ചെയ്യണം. ഇനി അത് നേരെ മെയിൻ സ്ലാബിൻ്റെ ടോപ്പ് ഹൈറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ടോപ്പ് ഇട്ട് വെക്കുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നേരെ നമുക്ക് മോട്ടർ നേരെ മേലേക്ക് മെയിൻ സ്ലാബിൽ നിന്നിട്ട് വലിക്കാൻ പറ്റും. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇതുപോലെ കുറ്റിയടിക്കുന്ന സമയത്ത് പറമ്പിൽ ഒരു കുഴൽക്കിണർ വീടിൻ്റെ ഉൾഭാഗത്തായിട്ട് വരികയാണെങ്കിൽ ഇതുപോലുള്ള ഐഡിയകളൊക്കെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ആ കുഴൽ നമുക്ക് ഒഴിവാക്കാതെ നമുക്കത് സുരക്ഷിതമായിട്ട് നിർത്താൻ സാധിക്കും. നമുക്ക് കുഴൽക്കിണറിൻ്റെ മോട്ടർ കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാനൊക്കെ ഏറ്റവും സുഖമായ ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ചിലവരൊക്കെ അങ്ങനെ വരുന്ന കാരണം വീടൊക്കെ കുറേ ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കാനും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ കുറ്റിയടിക്കുന്ന സമയത്ത് കുറേ ആളുകൾ അങ്ങനെ പറഞ്ഞാണ് കുഴൽ അങ്ങനെ ഉള്ളിൽ വേണ്ടെന്നൊക്കെ. അപ്പോൾ ഇത് യാതൊരു തടസ്സമില്ലാതെ കിച്ചണിൽ ഇതുപോലെ ഒരു വാള് കയറ്റി അതിൻ്റെ ഒപ്പം ഒരു വർക്കിംഗ് ടേബിൾ അടിച്ച് നല്ല രീതിയിൽ നമ്മൾ ഈ കുഴൽക്കിണർ ടോപ്പ് കൊണ്ടുപോയിട്ട് ഇനി മുകളിൽ നമ്മൾ ചെയ്താൽ മതി. മോട്ടർ നേരെ മേലെ നിന്ന് ഇറക്കാം, മെയിൻ സ്ലാബിൽ നിന്ന് ഇറക്കിയിട്ട് അതുപോലെ നമുക്ക് എടുക്കാനും സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ.